ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സ് ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് സ്പെസിഫിക് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. Let us examine the tax treatment of forwards, futures, options and swaps separately. Forwards. The forward contract which result in delivery does not come under the definition of speculative transaction under Income Tax Act. So it will be considered as non-speculative income. Those forward contracts which are not settled by actual delivery will come under the definition of speculative transaction defined under Section 43, Subsection 5 of Income Tax Act 1961 and taxed accordingly. The forward contract which result in delivery does not come under the definition of speculative transaction under Income Tax. ഇത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിലുള്ള സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ്റെ ഡെഫിനിഷനിൽ വരുന്നില്ല. ഇത് നോൺ സ്പെക്യുലേറ്റീവ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വൽ ഡെലിവറിയിലൂടെ സെറ്റിൽ ചെയ്യപ്പെടാത്ത ഫോർവേഡ് കോൺട്രാക്റ്റുകൾ 1961 ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 43(5) പ്രകാരം ഡിഫൈൻ ചെയ്ത സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ്റെ ഡെഫിനിഷൻ്റെ അണ്ടറിലായിരിക്കും. അതനുസരിച്ചായിരിക്കും ടാക്സ് ചുമത്തപ്പെടുക. നെക്സ്റ്റ്, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ്. There are no specific rules governing the taxation of futures contracts in India. The comments below regarding the taxation treatment of futures contracts are based upon the application of general principles to the derivative financial instruments. ഇന്ത്യയിലെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സിൻ്റെ ടാക്സേഷൻ ഗവേൺ ചെയ്യുന്ന ഒരു സ്പെസിഫിക് റൂൾസ് ഒന്നുമില്ല. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ ടാക്സേഷൻ ട്രീറ്റ്മെൻറ്റ് സംബന്ധിച്ച് താഴെയുള്ള കമൻസ് ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ജനറൽ പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ടാക്സേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് സോൾഡ് ഓർ പർച്ചേസ്ഡ് ഓൺ ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു കോർപ്പറേറ്റ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നത് ഹെഡ്ജിംഗ് എന്ന പർപ്പസോടെയാണ്. ഗെയിൻ ഓർ ലോസ് നിർണ്ണയിക്കുന്നത് നാച്ചർ ഓഫ് അണ്ടർലൈങ് ട്രാൻസാക്ഷൻ്റെ ബേസിലാണ്. അണ്ടർലൈങ് ട്രാൻസാക്ഷൻ റവന്യൂ അക്കൗണ്ടിലാണെങ്കിൽ ഗെയിൻസ് ഓർ ലോസും റവന്യൂ അക്കൗണ്ടിൽ ആയിരിക്കും. എന്നിരുന്നാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എല്ലായ്പ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതനുസരിച്ച് ഗെയിൻസ് ഓർ ലോസസ് റവന്യൂ അക്കൗണ്ടിലായിരിക്കും. നെക്സ്റ്റ്, ടാക്സേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് വെൻ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ആർ ക്ലോസ്ഡ് ഔട്ട്. നമ്മൾ മുകളിൽ പറഞ്ഞു അണ്ടർലൈങ് ട്രാൻസാക്ഷൻ റവന്യൂ അക്കൗണ്ടിലാണെങ്കിൽ ഗെയിൻ ഓർ ലോസസും റവന്യൂ അക്കൗണ്ടിലായിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് അണ്ടർലൈങ് ട്രാൻസാക്ഷൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആണെങ്കിൽ ഗെയിൻ ഓർ ലോസസ് വുഡ് ബി അഡ്ജസ്റ്റഡ് എഗെയിൻസ്റ്റ് ദ ക്യാപിറ്റൽ കോസ്റ്റ്. എന്നിരുന്നാലും ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആയിരിക്കുമ്പോൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകൾ എല്ലായ്പ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതനുസരിച്ച് ഗെയിൻസ് ഓർ ലോസസും റവന്യൂ അക്കൗണ്ടിൽ ആയിരിക്കും. നെക്സ്റ്റ്, നോൺ റെസിഡൻറ്റ് ഇഷ്യൂസ്. Payment to a non-resident under a futures contract are subject to withholding tax only if the profit are attributable to a PE or the payments arise or received in India. പ്രോഫിറ്റ്സ് PEയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് അറൈസ് ചെയ്യുകയോ ഇന്ത്യയിൽ റിസീവ് ചെയ്താലോ മാത്രമേ ഹോൾഡിംഗ് ടാക്സിന് വിധേയമാകുകയുള്ളൂ. അടുത്തിടെ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പേയ്മെൻറ്റുകളെ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസിൽ വിത്ത്ഹോൾഡിംഗ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം. ഓപ്ഷൻസ്, വാറൻറ്റ്സ്, ക്യാപ്സ്, കോളേഴ്സ് ആൻഡ് ഫ്ലോസ്. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് കോൺട്രാക്റ്റുകളുടെ ടാക്സേഷനെ ഗവേൺ ചെയ്യുന്ന സ്പെസിഫിക് റൂൾസ് ഒന്നും തന്നെയില്ല. ഓപ്ഷൻസ്, വാറൻറ്റ്സ്, ക്യാപ്സ്, കോളേഴ്സ്, ഫ്ലോസ് എന്നിവയുടെ ടാക്സേഷൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചുവടെയുള്ള കമൻറ്റ്സ് ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസിൻ്റെ അപ്ലിക്കേഷൻ്റെ ബേസിലാണ്. അസസിബിലിറ്റി ഓർ ഡിഡക്റ്റബിലിറ്റി ഓഫ് പ്രീമിയം പേയ്മെൻറ്റ്സ്. ഇക്വിറ്റി ഓപ്ഷനുമായും ഇക്വിറ്റി വാറൻറ്റുകളുമായും ബന്ധപ്പെട്ട പ്രീമിയം പൊതുവെ അക്രൂവൽ ബേസിസിൽ വിലയിരുത്തുന്നതാണ്, അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ഓൺ ആൻ അക്രൂവൽ ബേസിസ്. കമ്മോഡിറ്റി ഓപ്ഷൻ കോൺട്രാക്ട്സ്, ഫോറിൻ കറൻസി ഓപ്ഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപ്സ്, കോളേഴ്സ്, ഫ്ലോസ് എന്നിവയുമായി ബന്ധപ്പെട്ട പെയ്ഡ് ചെയ്തതോ റിസീവ് ചെയ്തതോ ആയ പ്രീമിയം സാധാരണയായി അക്രൂവൽ ബേസിസിൽ അസസ് ചെയ്യുകയോ ഡിഡക്റ്റ് ചെയ്യാവുന്നതോ ആണ്.
Premium paid in advance may be spread over the life of the derivative financial instruments. Next, application of mark-to-market taxation. മാർക്കറ്റ് ട്രാൻസാക്ഷന്റെ അപ്ലിക്കേഷനെ സംബന്ധിച്ച ലോ അവ്യക്തമാണ്. മാർക്ക് ടു മാർക്കറ്റ് ടാക്സേഷന്റെ അപ്ലിക്കേഷൻ മോസ്റ്റ് അട്രാക്റ്റീവ് മെത്തേഡായി കണക്കാക്കപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ഗെയിൻസ് ഓർ ലോസസ്, വാറന്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപ്സ്, കോളേഴ്സ്, ഫ്ലോസ് എന്നിവ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് സ്വാപ്സ്. ടാക്സേഷൻ ഓഫ് സ്വാപ്പ് പേയ്മെന്റ് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. ദ ഫോർവേഡ് taxation of swap payment is very much complicated. The issue involved is one of characterization of the settlement amount. The characterization of the amount could be either business income or interest income. There is a strong case for the swap payment to constitute business income in hand of the non-resident recipient as against interest income or other income. In a swap transaction, there is no money borrowed or debt incurred. ഇവിടെ പറയുന്നത് എന്താ? ഒരു സ്വാപ്പ് ട്രാൻസാക്ഷനിൽ ദർ ഇസ് നോ മണി ബോറോവിഡ് അല്ലെങ്കിൽ ഓർ ഡെപ്റ്റ് ഇൻവേർഡ്. The principle of a swap deal is the notional amount and only adjustment takes place between the bank and the counterparty in respect of the amounts payable by them. Thank you.